ഹായ്, ഞങ്ങൾ രാവിലെ കുടുംബക്കാരെല്ലാം കൂടെ നിൽക്കുന്നത് എൻ്റെ അനിയത്തി വാങ്ങിയ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ അനിയത്തി ഇപ്പം സ്ഥലം വാങ്ങിയിട്ട് ഒരു 6-7 മാസമായി. അവർക്ക് വീട് വെക്കാനെ കൊണ്ടാണ്. അപ്പോൾ അവിടെ സ്ഥാനം കാണാൻ ഇന്ന് തിരുമേനി വരുവാണ്, കിണറിന് സ്ഥാനം കാണാനേ. അപ്പോൾ ആദ്യം കിണർ പണിയാണല്ലോ തുടങ്ങുന്നത്. അപ്പം തിരുമേനി വന്നിങ്ങനെ സ്ഥാനമൊക്കെ നോക്കുമായിരുന്നു എല്ലാവരും കൂടെ. അപ്പം അങ്ങനെ സ്ഥാനമൊക്കെ കണ്ടു. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചാച്ചിയും അമ്മയും ഞാനും മജോട്ടനും പിള്ളേരും ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ സംസാരിച്ചു. ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഓരോ ഇതൊക്കെ ഇല്ലേ, അപ്പം അതൊക്കെ നോക്കുമായിരുന്നു. കന്നിമൂല അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കണമല്ലോ നമ്മൾ വീട് വെക്കുമ്പോൾ. അപ്പം ഇവരിപ്പം സ്ഥലം വാങ്ങിച്ചത് ചിറ്റാറെന്ന് പറഞ്ഞ സ്ഥലത്താണേ. അപ്പം ആദ്യം കിണറൊക്കെ വെള്ളമൊക്കെ കാണണമല്ലോ, കിണറൊക്കെ കുത്തി വെള്ളമൊക്കെ കണ്ടിട്ട് പിന്നെ അവർക്ക് വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ കൊണ്ടാണ്. അനിയത്തി ഹസ്ബൻഡും ഇവിടെ ഇല്ല, പുറത്താണ്. അവരിപ്പം വീഡിയോ കോൾ ചെയ്ത് അവരെ കാണിക്കുകയൊക്കെ ആയിരുന്നു. അനിയത്തി ദുബായിലാണല്ലോ, അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ ഇസ്രയേലിലാണ് കേട്ടോ. നമ്മൾ സ്ഥാനം കണ്ടെടുത്ത് തിരുമേനി ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് മറ്റേ കമ്പ് കൊണ്ട് നമ്മൾ സ്ഥാനം കണ്ടെടുത്ത് കുത്തുമല്ലോ. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചാച്ചിയും സുരേച്ചിനും ഒക്കെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഓരോ വെള്ളമൊക്കെ തളിച്ചിട്ട് ഇങ്ങനെ ഓരോ പൂജകളൊക്കെ ഇല്ല, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് കേട്ടോ. കിണറിൻ്റെ സ്ഥാനം കുത്തുന്നതൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അങ്ങനെ അതിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്ഥാനം കണ്ടെടുത്ത് നമ്മൾ ഈ കമ്പ് വെച്ചിട്ടിങ്ങനെ കുത്തും. അപ്പം ഈ മേടത്തിൽ തന്നെ കിണർ പണി തുടങ്ങാനാണ് തിരുമേനി പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ ഇങ്ങനെ കമ്പൊക്കെ കുത്തി ഇങ്ങനെ നോക്കുക, കമ്പിൻ്റെ നീളമൊക്കെ എത്ര വേണം, അവർക്കെല്ലാം അതൊക്കെ അറിയാവുന്നത്. അതൊക്കെ നോക്കി അത് ഒടിച്ച് കട്ട് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം മജുവേട്ടനാണ് ഉണ്ടായത്. മജുവേട്ടൻ പിന്നെ അവരെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഒരു തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ തിരുമേനി തേങ്ങയും കൊയിനും ഒക്കെ നമ്മൾ ഈ സ്ഥാനം കാണുന്നിടത്ത് കുത്തുന്നതിൻ്റെ അവിടെ വെക്കണം. എന്നിട്ട് അത് ഗണപതി ഹോമമൊക്കെ ചെയ്യണം, അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് സ്ഥലം വാങ്ങിച്ചവരും അവിടെ വീട് വെക്കാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് ചിറ്റാറെന്ന് പറയുന്ന സ്ഥലത്താണ് അവർ വീട് വെക്കാൻ വാങ്ങിച്ചത്. അവരിപ്പം താമസിക്കുന്ന ആങ്ങമൂഴിയിലാണേ. നമുക്ക് ഗവിയിലൊക്കെ പോകുന്നില്ല, അതിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ. അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോൾ ഒരു ഏകദേശം ഒരു 11:30 ആയി കേട്ടോ. തിരുമേനി വന്ന് ഇതൊക്കെ തുടങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. പിള്ളേരാണെങ്കിൽ ബഹളമായിരുന്നു. പിന്നെ അവിടെ കുറേ തെങ്ങുണ്ടായിരുന്നു. അപ്പം നല്ല തണൽ, ഇപ്പുറത്തെ സൈഡിൽ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിള്ളേരെയും കൊണ്ടൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. മിഷൂട്ടിയാണെങ്കിൽ ആകെപ്പാടെ രാവിലെ ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങിയാൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. 9 മണിക്ക് തിരുമേനി വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ പുള്ളിക്കാരൻ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പ്രാർത്ഥിച്ചു. എങ്ങോട്ട് തെക്കോട്ടാണ് എങ്ങോ അറിയില്ല, അങ്ങോട്ട് തിരിഞ്ഞ് ഇതേപോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ. ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഓരോരോ പണികൾ വരുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്ഥാനത്ത് ഇങ്ങനെ അത് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാണേ. അപ്പം ഈ തിരുമേനി ഇടമുറി അമ്പലത്തിലെ തിരുമേനി കേട്ടോ. ഇവിടെ മിക്ക കാര്യങ്ങൾക്കൊക്കെ ഈ തിരുമേനിയാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കാറ്. അപ്പം പുള്ളിക്കാരൻ ഇതെല്ലാം നോക്കി എടുത്തുമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പം ഈ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് കിണറിനുള്ള സ്ഥാനം കണ്ടെത്തിയേക്കുന്നത്. അതായത് നമ്മൾ കയറി വരുന്ന ആ വഴിയിൽ. അപ്പം അവിടെയാണ് അത് അവിടെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥാനമാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. അപ്പം അവിടെ കുറ്റി ഇങ്ങനെ വെക്കാനെ കൊണ്ടാണ്. അപ്പം അതെല്ലാം എല്ലാവരും നോക്കുമായിരുന്നു. അവിടെ നല്ല വെള്ളമുള്ള സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മാമാറ്റി ഭയങ്കര സൗണ്ട്. ആ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങോട്ട് കിഴക്കോട്ടൊന്നും തിരിഞ്ഞു. അപ്പോൾ സൂര്യനെ ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് നോക്കിയാൽ സൂര്യനെ അതിൻ്റെ അകത്ത് കാണാൻ ഇല്ലേ. ഇവിടോട്ടൊന്ന് വീട്ടിക്ക് നമ്മുടെ പിതൃക്കന്മാരെ എല്ലാവരെയും ഒന്ന് വിചാരിച്ച് അവരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകണം. ഈ ഭൂമിയിൽ താമസിക്കുന്നതിനും ജലം ലഭിക്കുന്നതിനും ഒക്കെ അവരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇച്ചിരി വെള്ളം ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ അവരുടെ ആ പിതൃക്കന്മാർ അവർക്കൊക്കെ മോക്ഷഗതി ഉണ്ടാകണം. അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടാകണം. ദോഷങ്ങളൊന്നും വരുത്തരുതെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഞാൻ അടുത്ത് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം കുറ്റി അടിക്കാൻ പോവാണേ.
അപ്പം സ്ഥാനത്ത് തിരുമേനി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ കിണറിന് കുറ്റി അടിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് ഡബ് ചെയ്യുന്നത്. കിണർ പണിയൊക്കെ തുടങ്ങി. ഇപ്പം കിണർ പണിയൊക്കെ തുടങ്ങിയിട്ട് 2 ദിവസമായി. മേടത്തിൽ തന്നെ പണി ചെയ്യണമെന്നാണ് തിരുമേനി പറഞ്ഞത്. അതാണ് നല്ല സമയം കേട്ടോ. അങ്ങനെ കുറ്റിയൊക്കെ അടിച്ച് 2 അച്ഛന്മാരും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, അരുണൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അവരെല്ലാം അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു തേങ്ങയൊക്കെ പൊതിച്ചുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. തേങ്ങയൊക്കെ അതിൻ്റെ മൂട്ടിൽ വെക്കണം കേട്ടോ, തേങ്ങായും കൊയിനും ഒക്കെ. അപ്പം അപ്പുറത്തൊക്കെ അമ്മയൊക്കെ ഇരിപ്പുണ്ട് അവിടെ സൈഡിൽ. തണൽ നോക്കി എല്ലാവരും നല്ല വെയിലല്ലേ ഈ സമയത്ത് ഇപ്പം. അപ്പം പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും അവിടെ ഒക്കെ ഇന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഉച്ച സമയമായല്ലോ, ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ടാറ്റാ ബൈ ബൈ, സീ യു.